Hi everyone, iPlus Training Solutions in പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽഡിംഗ് മെറ്റീരിയലിലെ ടിമ്പർ എന്ന പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറിയാം, കൺസ്ട്രക്ഷൻ പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്ന വുഡിനെയാണ് നമ്മൾ ജനറലായിട്ട് ടിമ്പർ എന്ന് പറയുന്നത്. സോ ടിമ്പർ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് the word timber originated from a Saxon word timbrain which means to build. To build എന്ന മീനിങ് ഉള്ള ടിംബ്രൈൻ എന്ന സാക്സൺ വേർഡ്, അതായത് ഒരു ഓൾഡ് ഇംഗ്ലീഷ് വേർഡാണ്. അതിൽ നിന്നാണ് ടിംബർ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ടിംബർ ഒറിജിനേറ്റഡ് ഫ്രം ടിംബ്രൈൻ വിച്ച് മീൻസ് ടു ബിൽഡ്. ദെൻ ദ വുഡ് യൂസ്ഡ് ഫോർ ബിൽഡിംഗ് ഓർ അതർ എഞ്ചിനീയറിംഗ് പർപ്പസസ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനും അതുപോലെയുള്ള എഞ്ചിനീയറിംഗ് പർപ്പസുകൾക്കും ഒക്കെ യൂസ് ചെയ്യുന്ന വുഡിനെയാണ് നമ്മൾ ടിംബർ എന്ന് പറയുന്നത്. സോ നോർമലി വുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്ന ഇതിനെ നമ്മൾ വുഡ് എന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ എഞ്ചിനീയറിംഗ് പർപ്പസുകൾക്കും അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന വുഡിനെയാണ് ടിംബർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ടിംബർ. ടിംബറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഫസ്റ്റ് വൺ സ്റ്റാൻഡിങ് ടിംബർ. സോ സ്റ്റാൻഡിങ് ടിംബർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ലിവിങ് ട്രീയുടെ പാർട്ടായിട്ടുള്ള ആ ലിവിങ് ട്രീയുടെ ആ പാർട്ടായിട്ട് വരുന്നത് അതിനെയാണ് സ്റ്റാൻഡിങ് ടിംബർ എന്ന് പറയുന്നത്. വെൻ ടിംബർ ഫോംസ് എ പാർട്ട് ഓഫ് ദി ലിവിങ് ട്രീ ദെൻ ദേ ആർ കോൾഡ് സ്റ്റാൻഡിങ് ടിംബർ. ടിംബർ ഒരു ലിവിങ് ട്രീയുടെ പാർട്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ടിംബർ എന്ന് പറയുന്നത്. ദെൻ റഫ് ടിംബർ. ടിംബർ ഒബ്റ്റെയിൻഡ് ഫ്രം ഫോളൻ ട്രീസ്. ഫോളൻ ആയിട്ടുള്ള ട്രീസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ടിംബറിനെയാണ് റഫ് ടിംബർ എന്ന് പറയുന്നത്. ടിംബർ ഒബ്റ്റെയിൻഡ് ഫ്രം ഫോളൻ ട്രീസ്. ദെൻ കൺവേർട്ടഡ് ടിംബർ. എന്തായിരിക്കും കൺവേർട്ടഡ് ടിംബർ? നമ്മൾ വേരിയസ് മാർക്കറ്റ് ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്ത് അല്ലെങ്കിൽ സോ ചെയ്തെടുക്കുന്ന ടിംബറിനെയാണ് എന്തെന്ന് പറയുന്നത്? കൺവേർട്ടഡ് ടിംബർ എന്ന് പറയുന്നത്. വെൻ ദ ടിംബർ ഹാസ് ബീൻ സോൺ ഇൻ ടു വേരിയസ് മാർക്കറ്റിംഗ് ഫോംസ് ഇറ്റ് ഈസ് കോൾഡ് കൺവേർട്ടഡ് ടിംബർ. കൺവേർട്ടഡ് ടിംബർ ഈസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ വർക്ക്. നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിന് യൂസ് ചെയ്യുന്നത് ഏത് ടിംബറാണ്? കൺവേർട്ടഡ് ടിംബറാണ് കൺസ്ട്രക്ഷൻ വർക്കിന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രീസ് നോക്കാം. ട്രീസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? സോ ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് ഗ്രോത്ത് ഓഫ് ട്രീയുടെ മോഡ് ഓഫ് ഗ്രോത്ത് ഏതാണ് അതിൻ്റെ ബേസിൽ നമുക്ക് ട്രീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എക്സോജനസ് ട്രീസ് ആൻഡ് എൻഡോജനസ് ട്രീസ്. സോ ഫസ്റ്റ് എക്സോജനസ് ട്രീസ് നോക്കുകയാണെങ്കിൽ ദ സ്റ്റെം ഓഫ് ദീസ് ടൈപ്സ് ഓഫ് ട്രീസ് ഗ്രോസ് ടുവേർഡ്സ് ഔട്ട്സൈഡ്. അതിൻ്റെ സ്റ്റെമ്മ് ഔട്ട്സൈഡ് ആയിട്ട് ഗ്രോ ചെയ്യുക, അതായത് വിഡ്ത്ത് വൈസ് സ്റ്റെം ഗ്രോ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സോജനസ് ട്രീസ് എന്ന് പറയുന്നത്. സോ ദ സ്റ്റെം ഓഫ് ദീസ് ടൈപ്സ് ഓഫ് ട്രീസ് ഗ്രോസ് ടുവേർഡ്സ് ഔട്ട്സൈഡ് ഇൻ ദ ഫോം ഓഫ് കോൺസെൻട്രിക് റിങ്സ്. കോൺസെൻട്രിക് റിങ്ങുകളായിട്ട് ഔട്ട്വേർഡ് ഗ്രോത്ത് ആണ് അതിൻ്റെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സോജനസ് ട്രീസ് എന്ന് പറയുന്നത്. ഈച്ച് റിങ് ഇൻഡിക്കേഴ്സ് 1 ഇയർ ഓഫ് ദി ഗ്രോത്ത് ഓഫ് ദി ട്രീ. ആ ട്രീയുടെ ഗ്രോത്തിലെ ഓരോ റിങ്ങും ആ ട്രീയുടെ ഗ്രോത്തിലെ ഓരോ ഇയറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ സ്റ്റെം ഓഫ് ദീസ് ടൈപ്സ് ഓഫ് ട്രീസ് ഈസ് സഫിഷ്യൻ്റ്ലി തിക്ക്. ഈ ട്രീസിൻ്റെ എക്സോജനസ് ട്രീസിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് നല്ല തിക്നെസ് ഉള്ള സ്റ്റെം ആയിരിക്കും. ആൻഡ് ടിംബർ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ വർക്ക് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ് കാറ്റഗറി ഓഫ് ട്രീസ്. എക്സോജനസ് ട്രീസിൽ നിന്നാണ് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിനുള്ള ടിംബറുകൾ എടുക്കുന്നത്. എക്സോജനസ് ട്രീസിന് എക്സാമ്പിളാണ് ടീക്ക്, പൈൻ, സീഷം എക്സെട്ര. സോ ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? എക്സോജനസ് ട്രീസിന് എക്സാമ്പിളാണ്. ദെൻ എക്സോജനസ് ട്രീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: എവർഗ്രീൻ ട്രീസ് ഓർ കോണിഫേഴ്സ് ആൻഡ് ഡെസിഡിയസ് ട്രീസ്. സോ എന്തൊക്കെയാണ് നമ്മൾ എക്സോജനസ് ട്രീസിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ്: എവർഗ്രീൻ ട്രീസ് ഓർ കോണിഫേഴ്സ് ആൻഡ് ഡെസിഡിയസ് ട്രീസ്. സോ ഫസ്റ്റ് നമുക്ക് എവർഗ്രീൻ ട്രീസ് അല്ലെങ്കിൽ കോണിഫേഴ്സ് എന്താണെന്ന് നോക്കാം. So the leaves of these trees do not fall until new leaves are formed. പുതിയ ലീവ്സ് ഫോം ചെയ്യുന്നത് വരെ ഇതിലെ ഓൾഡ് ലീവ്സ് എന്ത് ചെയ്യത്തില്ല? ഫോള് ചെയ്യത്തില്ല. ദേ ഹാവ് പോയിന്റഡ് ലീവ്സ്. പോയിന്റഡ് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും എന്തിനുള്ളത്? കോണിഫേഴ്സ് ഓർ എവർഗ്രീൻ ട്രീസിന് ഉള്ളത്. സോ ദേ ഹാവ് പോയിന്റഡ് ലീവ്സ്. ദേ ആർ ടോൾ ആൻഡ് ഹാവ് എ കോൺ ഷേപ്ഡ് ഫ്രൂട്ട് ഓർ സീഡ്, ദെയർഫോർ കോൾഡ് കോണിഫർ. നല്ല ടോളായിട്ടുള്ള ട്രീസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രൂട്ട് അല്ലെങ്കിൽ സീഡൊക്കെ എന്തായിരിക്കും? ഒരു കോൺ ഷേപ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ കോണിഫർ എന്ന് വിളിക്കുന്നത്. ദെൻ ദീസ് ടിംബേഴ്സ് ഈൽഡ് സോഫ്റ്റ് വുഡ്. കോണിഫേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വുഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് വുഡാണ്? സോഫ്റ്റ് ആയിട്ടുള്ള വുഡാണ്. സോ കോണിഫേഴ്സ് ഈൽഡ് സോഫ്റ്റ് വുഡ്, ലൈറ്റ് ഇൻ കളർ, ലൈറ്റ് ഇൻ വെയിറ്റ് ആൻഡ് ലെസ് ഫയർ റെസിസ്റ്റൻസ്. ഇതിന് ലൈറ്റ് കളർ ആയിരിക്കും, അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. സോഫ്റ്റ് വുഡാണ്, അതുകൊണ്ട് തന്നെ അത്
ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഫയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹാർഡ് വുഡിനുള്ള പോലെ ഒരു ഫയർ റെസിസ്റ്റൻസ് ഇതിന് ഇല്ല, ലെസ് ഫയർ റെസിസ്റ്റൻസ് ആയിരിക്കും. ദെൻ മെനി സർക്കുലർ റിങ്സ് ആർ ഫോംഡ് ഇൻ ദിസ്. ഇതിലെ ആനുലാർ റിങ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മെഡുലറി റേസ് ആർ ഇൻഡിസ്റ്റിങ്ക്റ്റ്. സോ ഏത് ടൈപ്പിലാണ്? കോണിഫേഴ്സിൽ എന്താണ് ആനുലാർ റിങ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റും, പക്ഷേ മെഡുലറി റേസ് എന്ന് പറയുന്നത് ഇൻഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ദെൻ ഇതിന് എക്സാമ്പിൾ ആണ് ഇതൊക്കെ ഡിയോഡർ, പൈൻ, കെയിൽ, ചിർ, സെഡാർ, സ്പ്രൂസ് എക്സെട്ര. ഇതൊക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? കോണിഫേഴ്സിന് എക്സാമ്പിൾ ആണ്. സോ കോണിഫറിന്റെ ഒരു ഫിഗർ ആണ് ഇതൊരു ചിർ ട്രീയുടെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലീവ്സ് നിങ്ങൾ നോക്കിയാൽ അറിയാം എന്താണ്, പോയിന്റഡ് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കോണിക്കൽ ഷേപ്പ്, ഓൾമോസ്റ്റ് ഒരു കോണിക്കൽ ഷേപ്പുള്ള ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ കോണിഫർ എന്ന് വിളിക്കുന്നത്. സോ ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ് ഇതിലെ ആനുലാർ റിങ്സ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നത്? എന്തിനാണ്? ട്രീയുടെ ഗ്രോത്തിലെ ഓരോ വർഷത്തെയുമാണ് ഈ ആനുലാർ റിങ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ ആനുലാർ റിങ്സ് സോഫ്റ്റ് വുഡിൽ എന്തായിരിക്കും? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മെഡുലറി റേസ് ഇവിടെ ഇൻഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ഡെസിഡിയസ് ട്രീ. സോ ഡെസിഡിയസ് ട്രീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫ് ബ്രോഡ് ഓർ വൈഡ് ആയിരിക്കും. ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രോഡ് ഓർ വൈഡ് ലീവ്സ് ആയിരിക്കും ഇതിനുള്ളത്. ദേ ഹാവ് ഫ്ലാറ്റ്, ബ്രോഡ് ഓർ വൈഡ് ലീവ്സ്, therefore they are also called broad leaf tree. Deciduous treesനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് broad leaf tree. Their leaves fall in the autumn season and new leaves are formed in the spring season. ഇതിൻ്റെ ലീവ്സ് എന്ത് ചെയ്യും? ഓട്ടം സീസണിൽ ലീവ്സ് ഫോൾ ചെയ്യുകയും സ്പ്രിംഗ് സീസണിൽ പുതിയ ഇലകൾ ഉണ്ടായി വരികയും ചെയ്യും. ആൻഡ് ഹാർഡ് വുഡ് ഈസ് മെയ്ഡ് ഓഫ് ദീസ് ട്രീസ്. ഈ ട്രീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ്? ഹാർഡ് വുഡ് ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. ദേ ആർ ഹാർഡ്, ഹെവി, ഡാർക്ക് കളേർഡ് ആൻഡ് ഡ്യൂറബിൾ. ഹാർഡാണ്, ഹെവിയാണ്, അതുപോലെ തന്നെ ഡാർക്ക് കളേർഡും ഡ്യൂറബിളുമായിട്ടുള്ള വുഡാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? ഡെസിഡിയസ് ട്രീസിൽ നിന്ന് കിട്ടുന്നത്. ഹാർഡ് വുഡ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഡെസിഡിയസ് ട്രീസ്. ഹിയർ ആനുലാർ റിങ്സ് ആർ ഇൻഡിസ്റ്റിങ്ക്റ്റ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. കോണിഫേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ആനുലാർ റിങ്സ് ഇൻഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മെഡുലറി റേസ് ആണ് ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണുന്നത്. ഇതിന് എക്സാമ്പിൾസ് വരുന്നത് ടീക്ക്, സാൽ, സീഷം, മഹാഗണി, ഓക്ക്, ബാബുൾ എക്സെട്ര. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ബ്രോഡ് ലീഫ് ട്രീസിന് എക്സാമ്പിളാണ്. സോ എക്സാമ്പിൾസ് ഒക്കെ ഓർത്തിരിക്കുക. ഇതൊരു ടീക്കാണ്. കണ്ടോ, ഇതിൻ്റെ ലീവ്സ് അല്ലെങ്കിൽ ഇലകൾ കണ്ടാൽ അറിയാം എന്താണ്? ബ്രോഡായിട്ടുള്ള അല്ലെങ്കിൽ വൈഡായിട്ടുള്ള ഫ്ലാറ്റ് ലീവ്സ് ആണ് ഇതിന് ഉള്ളത്. ദെൻ നമ്മൾ ട്രീസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇത് ടൈപ്പായിരുന്നു, 2 ടൈപ്പാണെന്നാണ് പറഞ്ഞത്, എക്സോജിനസും എൻഡോജനസും. എക്സോജനസിൻ്റെ 2 ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു, കോണിഫറും ഡെസിഡിയസും. സോ നമുക്ക് എൻഡോജിനസ് ട്രീ എന്താണെന്ന് നോക്കാം. എക്സോജിനസ് നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? ഗ്രോസ് ഔട്ട്വേർഡ്സ് ആണ്. ഔട്ട്വേർഡ് ഗ്രോ ചെയ്യുന്ന ട്രീ ആണ് എക്സോജിനസ് എങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനലി ഗ്രോ ചെയ്യുന്ന ട്രീ ആണ് എന്ത്? എൻഡോജനസ് ട്രീ എന്ന് പറയുന്നത്. സോ എൻഡോജനസ് ട്രീസ് ആർ ജനറലി ഗ്രോ ലോഞ്ചിറ്റ്യൂഡിനലി. The stem of such trees grows on the inside in the form of long fibers. ലോങ് ഫൈബേഴ്സ് ആയിട്ട് ആയിരിക്കും എന്താണ്? ലെങ്ത് വൈസ് ആയിരിക്കും ഇത് ഗ്രോ ചെയ്യുന്നത്. ദ സ്റ്റെം ഓഫ് സച്ച് ട്രീസ് ഈസ് തിൻ ആൻഡ് ഫ്ലെക്സിബിൾ ആൻഡ് ദേ ആർ ഓൾസോ റിലേറ്റീവ്ലി ലോങ്ങർ ഇൻ ഹൈറ്റിൽ, അല്ലെങ്കിൽ ലെങ്തി ആയിരിക്കും അത് ട്രീസ് വരുന്നത്. അതിൻ്റെ സ്റ്റെമ്മ് തിന്നായിരിക്കും, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും, ദെൻ ലോങ് ഹൈറ്റിലേക്കായിരിക്കും അത് വളരുന്നത്. വുഡ് ഒബ്റ്റെയിൻഡ് ഫ്രം സച്ച് ട്രീസ് ഈസ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ വർക്ക്. കൺസ്ട്രക്ഷൻ വർക്കിൽ നമ്മൾ എന്താണ് ഇത്തരം വുഡ്സ്, എൻഡോജിനസ് ട്രീസ് അധികം യൂസ് ചെയ്യാറില്ല. ദെൻ ബാംബു, ഷുഗർ കെയിൻ, പാം, കോക്കനട്ട് എക്സെട്ര ആർ എക്സാമ്പിൾ ഫോർ എൻഡോജനസ് ട്രീസ്. എൻഡോജനസ് ട്രീസിൻ്റെ ഒരു മെയിൻ എക്സാമ്പിൾ ആണ് എന്ത്? ബാംബു, മുള, അതുപോലെ തന്നെ ഷുഗർ കെയിൻ, പാം, കോക്കനട്ട്, പന, അതുപോലെ തന്നെ തെങ്ങൊക്കെ ഇതിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി. ഡ്യൂറബിലിറ്റിയുടെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ഹൈ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ഇഫ് ദ ആവറേജ് ലൈഫ് ഈസ് മോർ ദാൻ 10 years. ആവറേജ് ലൈഫ് 10 വർഷത്തിൽ കൂടുതലാണെങ്കിൽ അതിനെ ഹൈ ഡ്യൂറബിലിറ്റി എന്ന് പറയാം. ദെൻ ആവറേജ് ലൈഫ് ബിറ്റ്വീൻ 5 to 10 years ഈസ് മോഡറേറ്റ് ഡ്യൂറബിലിറ്റി. ആൻഡ് ഇഫ് ദ ആവറേജ് ലൈഫ് ഈസ് ലെസ് ദാൻ 5 years, 5 വർഷത്തിൽ കുറവാണെങ്കിൽ ആവറേജ് ലൈഫ് എങ്കിൽ അതിനെ ലോ ഡ്യൂറബിലിറ്റി എന്ന് പറയാം. സോ ഇതാണ് ഡ്യൂറബിലിറ്റിയുടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. എബൌട്ട് 10 years ആണെങ്കിൽ എന്താണ്? ഹൈലി ഡ്യൂറബിൾ ആണ്. ദെൻ 5 to 10 years ആണെങ്കിൽ മോഡറേറ്റ് ഡ്യൂറബിലിറ്റി, ആൻഡ് ലെസ് ദാൻ 5 years ആണെങ്കിൽ ലോ ഡ്യൂറബിലിറ്റി.
നെക്സ്റ്റ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ ഇതിൻ്റെ ബെൻഡിങ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കും. സോ അങ്ങനെ കണ്ടുപിടിക്കുന്ന യങ്സ് മോഡുലസിൻ്റെ വാല്യൂ 12.5 ജിഗാ പാസ്കലിനെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ നമുക്കതിനെ ഗ്രൂപ്പ് എ എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. സോ ഗ്രൂപ്പ് ബി ആണെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിക് മോഡുലസ് എന്ന് പറയും, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എത്ര വരും? 9.8 ജിഗാ പാസ്കൽ ടു 12.5 ജിഗാ പാസ്കൽ ആയിരിക്കും. ദെൻ ഗ്രൂപ്പ് സി ആണെങ്കിലോ അതിൻ്റെ മോഡുലസ് വരുന്നത് 5.6 ജിഗാ പാസ്കൽ ടു 9.8 ജിഗാ പാസ്കൽ ആയിരിക്കും. സോ ബെൻഡിങ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കുന്ന യങ്സ് മോഡുലസിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്ന ട്രീസിനെ ക്ലാസിഫൈ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് സ്ട്രക്ചർ ഓഫ് എ ട്രീ നോക്കാം. ഒരു ട്രീയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? സ്ട്രക്ചർ തന്നെ മാക്രോ സ്ട്രക്ചറും ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോ സ്ട്രക്ചറും ഉണ്ട്. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണെന്ത് മാക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ മാഗ്നിഫിക്കേഷനിലൂടെ മാത്രം കാണാൻ കഴിയുന്ന സ്ട്രക്ചറാണ് മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് മാക്രോ സ്ട്രക്ചർ ഓഫ് എ ട്രീ. സോ ട്രീയുടെ ഡിഫറെൻറ്റ് പാർട്സ് വരുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് പിത്ത് ഓർ മെഡുല്ല. അതിൻ്റെ മാക്രോ സ്ട്രക്ചറിൽ വരുന്ന പാർട്സ് ആണ് ഏതൊക്കെ? ഫസ്റ്റ് വൺ ഈസ് പിത്ത് or medulla. It is the innermost central portion or core of the tree. ട്രീയുടെ ഇന്നർമോസ്റ്റ് സെൻട്രൽ പോർഷൻ അല്ലെങ്കിൽ കോറിന് പറയുന്ന പേരാണ് പിത്ത് ഓർ മെഡുല്ല. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് പാർട്ട് ഓഫ് ആൻ എക്സോജനസ് ട്രീ. വെൻ ദ പ്ലാന്റ് ബിക്കംസ് ഓൾഡ് ദ പിത്ത് ഡൈസ് ആൻഡ് ബിക്കംസ് ഫൈബ്രസ് ആൻഡ് ഡാർക്ക്. സോ ഒരു എക്സോജനസ് ട്രീയുടെ ഏറ്റവും ഓൾഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഈ പിത്താണ്. ദെൻ വെൻ ദ ട്രീ ബിക്കംസ് ഓൾഡ്, ട്രീ ഓൾഡ് ആകുമ്പോൾ എന്ത് ചെയ്യും? ദ പിത്ത് ഡൈസ് ആൻഡ് ബിക്കംസ് ഫൈബ്രസ് ആൻഡ് ഡാർക്ക്. ഇറ്റ് വേരീസ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. അതിൻ്റെ സൈസ് എന്ത് ചെയ്യും? സൈസും ഷേപ്പും വേരി ചെയ്യും. ദെൻ ഇതാണ് ഈ സെൻട്രൽ പോർഷൻ, ഈ ഇന്നർമോസ്റ്റ് സെൻട്രൽ പോർഷൻ അല്ലെങ്കിൽ കോറിനെയാണ് പിത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ആനുലാർ റിങ്സ് ഓർ ഗ്രോത്ത് റിങ്സ്. സോ ഈ പിത്തിന് അറൗണ്ടായിട്ട് എന്താണ്? കോൺസെൻട്രിക് റിങ്സ് ഉണ്ട്. സോ ആ കോൺസെൻട്രിക് റിങ്സിനെയാണ് ആനുലാർ റിങ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് റിങ്സ് എന്ന് പറയുന്നത്. ഈച്ച് ഇയർ ദ ട്രീ ഫോംസ് ന്യൂ സെൽസ് arranged in concentric circles called annular rings or annual growth rings. They are made of infinite cells of wooden fibers. Wooden fibers കൊണ്ടാണ് ഈ ആനുലാർ റിങ്സ് മേഡ് ചെയ്തിരിക്കുന്നത്. ഈച്ച് റിംഗ് ഇൻഡിക്കേറ്റ്സ് 1 year ഓഫ് ദ ഗ്രോത്ത് ഓഫ് ദ ട്രീ. ഓരോ റിങ്ങും ട്രീയുടെ ഗ്രോത്തിലെ ഓരോ ഇയറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ ദിസ് റീസൺ ദേ ആർ കോൾഡ് ആനുലാർ റിങ്സ്. അതുകൊണ്ടാണ് അതിനെ ആനുവൽ റിങ്സ് എന്ന് പറയുന്നത്. ദ ഏജ് ഓഫ് ദ ട്രീ ക്യാൻ ബി ഈസിലി എസ്റ്റിമേറ്റഡ് ബൈ ദി നമ്പർ ഓഫ് ഇറ്റ്സ് ആനുലാർ റിങ്സ്. ഈ ആനുലാർ റിങ്സിൻ്റെ നമ്പറിലൂടെ നമുക്കൊരു ട്രീയുടെ ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും. ഇതാണ് ഒരു ട്രീയുടെ മൈക്രോ സ്ട്രക്ചർ വരുന്നത്. സോ നമ്മൾ പറഞ്ഞു എന്താണ്? സെൻട്രൽ പോർഷൻ ആണെന്ത്? പിത്ത് എന്ന് പറയുന്നത്. ഇന്നർമോസ്റ്റ് സെൻട്രൽ പോർഷനെയാണ് പിത്ത് എന്ന് പറയുന്നത്. ദെൻ അതിന് ചുറ്റുമുള്ള കോൺസെൻട്രിക് സർക്കിൾസ് വരുന്നതിനെയാണ് ആനുലാർ റിങ്സ് എന്ന് പറയുന്നത്. സോ ഈ ആനുലാർ റിങ്സിൽ തന്നെ പിത്തിനോട് ചേർന്നുള്ള ഇന്നർ ആനുലാർ റിങ്സിനെ ഹാർട്ട് വുഡ് എന്നും അതിനുശേഷം അതിന് പുറത്തുള്ള ആനുലാർ റിങ്സിനെ എന്തെന്ന് പറയും? സാപ്പ് വുഡ് എന്നും പറയും. ദെൻ സാപ്പ് വുഡിനും അതുപോലെ തന്നെ ഇന്നർ ബാർക്ക് അല്ലെങ്കിൽ ഇന്നർ ബാർക്ക്, അതിൻ്റെ ഇന്നർ സ്കിന്നിനെയാണ് ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത്. സോ ഇന്നർ സ്കിന്നിനും അല്ലെങ്കിൽ ഇന്നർ ബാർക്കിനും സാപ്പ് വുഡിനും ഇടയിലുള്ള ഒരു തിൻ ലെയർ ഓഫ് സാപ്പ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കേംബിയം ലെയർ എന്ന് പറയുന്നത്. സോ ഇതാണ് കേംബിയം ലെയർ. എന്താണ്? ഈ സാപ്പ് വുഡിനും അതുപോലെ തന്നെ ഇന്നർ ബാർക്കിനും ഇടയിലുള്ള ഒരു തിൻ ലെയർ ഓഫ് സാപ്പിനെയാണ് കേംബിയം ലെയർ എന്ന് പറയുന്നത്. ദെൻ എന്തുണ്ട്? കാംബിയം ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടൊരു ഇന്നർ ബാർക്കുണ്ട്. ദെൻ വുഡിൻ്റെ ഔട്ട്സൈഡിലായിട്ടൊരു ഔട്ടർ ബാർക്കും ഉണ്ട്. സോ ഇത്രയാണ് ഒരു മാക്രോ സ്ട്രക്ചറിൽ വരുന്ന പാർട്സ് വരുന്നത്. സോ നമ്മൾ പറഞ്ഞു ആനുലാർ റിങ്സ്, കോൺസെൻട്രിക് റിങ്സ് അവിടെ ഉണ്ട്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? ഹേർട്ട് വുഡും ഉണ്ട്, അതുപോലെ തന്നെ സാപ്പ് വുഡും ഉണ്ട്. സോ ഹേർട്ട് വുഡ് ഓർ ഡ്യൂറമൻ. ഹേർട്ട് വുഡിൻ്റെ മറ്റൊരു പേരാണ് ഡ്യൂറമൻ. ആനുലാർ റിങ്സ് സറൗണ്ടിങ് ദ പിത്ത്. പിത്തിനെ സറൗണ്ട് ചെയ്യുന്ന ആനുലാർ റിങ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹാർട്ട് വുഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡാർക്ക് ഇൻ കളർ ആൻഡ് സ്ട്രോങ് ആൻഡ് ഹേർട്ട് വുഡ് ഇമ്പാർട്സ് റിജിഡിറ്റി ടു ദ ട്രീ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീക്ക് റിജിഡിറ്റി കൊടുക്കുന്ന പാർട്ട് ഏതാണ്? ഹാർട്ട് വുഡാണ്. ഹാർട്ട് വുഡാണ് ട്രീസിന് റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഡെഡ് പാർട്ട് ഓഫ് ദ വുഡ് വിച്ച് ഡസ് നോട്ട് ടേക്ക് ആക്റ്റീവ് പാർട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ ട്രീ. ട്രീയുടെ ഗ്രോത്തിൽ ഹേർട്ട് വുഡ് ഒരു ആക്റ്റീവ് പാർട്ട് അല്ല. ദിസ് പോർഷൻ ഈസ് യൂസ്ഫുൾ ഫോർ വേരിയസ് എഞ്ചിനീയറിംഗ് പർപ്പസ്. എഞ്ചിനീയറിംഗ് പർപ്പസുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഈ ഹാർട്ട് വുഡാണ് എഞ്ചിനീയറിംഗ് പർപ്പസുകൾക്ക് യൂസ് ചെയ്യുന്നത്.
അങ്ങനെയാണെങ്കിൽ സാപ്പ് വുഡ് എന്തായിരിക്കും? സാപ്പ് വുഡിന് പറയുന്ന മറ്റൊരു പേരാണ് അൽബർണം. സോ ഔട്ടർ ആനുലാർ റിങ്സ് ബിറ്റ്വീൻ ദ ഹാർട്ട് വുഡ് ആൻഡ് കാമ്പിയം ലെയർ. ഹാർട്ട് വുഡിനും കാമ്പിയം ലെയറിനും ഇടയിലുള്ള ഔട്ടർ ആനുലാർ റിങ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സാപ്പ് വുഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിനോട്ട്സ് ദ റീസെന്റ് ഗ്രോത്ത്. ട്രീയുടെ റീസെന്റ് ഗ്രോത്തിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ സാപ്പ്. ഇതിനുള്ളിലാണ് സാപ്പ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. The sapwood takes active part in the growth of the trees by allowing the sap to move in the upward direction. So, സാപ്പിനെ upward directionൽ മൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ടേക്സ് എന്താണ് ആക്റ്റീവ് പാർട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ ട്രീ. ട്രീയുടെ ഗ്രോത്തിന് ഒരു ആക്റ്റീവ് പാർട്ട് വഹിക്കുന്ന പാർട്ട് ഏതാണ്? സാപ്വുഡ് ആണ്. ദിസ് ഈസ് റിലേറ്റീവ്ലി ലൈറ്റർ ഇൻ കളർ ആൻഡ് സോഫ്റ്റർ ദാൻ ഹേർട്ട് വുഡ്. ഇത് ഹേർട്ട് വുഡിനെക്കാട്ടിൽ ലൈറ്റർ ആയിരിക്കും, അതുപോലെ തന്നെ ലൈറ്റർ ഇൻ കളർ ആയിരിക്കും, അതുപോലെ തന്നെ സോഫ്റ്റർ ആയിരിക്കും. നെക്സ്റ്റ് ഈസ് കാമ്പിയം ലെയർ. സോ കാമ്പിയം ലെയർ എന്തിനാണ്? ഇറ്റ് ഈസ് എ തിൻ ലെയർ ഓഫ് ഫ്രഷ് സാപ്പ് ലൈങ് ബിറ്റ്വീൻ ദ സാപ്പ് വുഡ് ആൻഡ് ദി ഇന്നർ ബാർക്ക്. സാപ്പ് വുഡിനും ഇന്നർ ബാർക്കിനും ഇടയിലുള്ള ഒരു തിൻ ലെയർ ഓഫ് സാപ്പിനെയാണ് നമ്മൾ കാമ്പിയം ലെയർ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻ സാപ്പ് വിച്ച് ഈസ് നോട്ട് യെറ്റ് കൺവേർട്ടഡ് ഇൻ ടു സാപ്പ് വുഡ്. സാപ്പ് വുഡായിട്ട് കൺവേർട്ട് ചെയ്യാതെ അവിടെ റിമെയിൻ ചെയ്യുന്ന സാപ്പാണ് ഇതിലുള്ളത്, ഈ തിൻ ലെയർ ഓഫ് കാമ്പിയം ലെയറിനുള്ളിൽ ഉള്ളത്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ന്യൂട്രിയൻസ് ആൻഡ് മിനറൽ. സാപ്പ് ഈസ് ദ ബ്ലഡ് ഓഫ് ദ ട്രീ. ഒരു ട്രീയുടെ ബ്ലഡ് എന്ന് പറയാവുന്ന അതാണ് എന്ത്? സാപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസ്. ഇഫ് ദ ബാർക്ക് ഈസ് റിമൂവ്ഡ് ആൻഡ് ദ കാമ്പിയം ലെയർ ഈസ് എക്സ്പോസ്ഡ് ടു ദി അറ്റ്മോസ്ഫിയർ, സെൽ സീസ് ടു ബി ആക്റ്റീവ് ആൻഡ് ദ ട്രീ ഡൈസ്. നമ്മൾ ഇതിൻ്റെ ബാർക്ക് റിമൂവ് ചെയ്തുകൊണ്ട് കാമ്പിയം ലെയറിനെ അറ്റ്മോസ്ഫിയറിലോട്ട് എക്സ്പോസ്ഡ് ആക്കുകയാണെങ്കിൽ എന്താണ്? ഇതിലെ സെൽസിൻ്റെ ആക്ടിവിറ്റീസ് നഷ്ടമാവുകയും ട്രീ അതിലൂടെ ഡൈ ആവുകയും ചെയ്യും. ദെൻ രണ്ട് ടൈപ്പ് ഓഫ് ബാർക്സ് ഉണ്ട്. ഇന്നർ ബാർക്കും ഉണ്ട്, അതുപോലെ തന്നെ ഔട്ടർ ബാർക്കും ഉണ്ട്. ഇന്നർ ബാർക്ക് ഈസ് ദ ഇന്നർ സ്കിൻ ഓഫ് ദ ട്രീ പ്രൊട്ടക്റ്റിംഗ് ദ കാമ്പിയം ലെയർ. കാമ്പിയം ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇന്നർ ലെയർ അല്ലെങ്കിൽ ഇന്നർ സ്കിന്നിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഔട്ടർ ബാർക്ക് എന്ന് പറയുന്നത് ഔട്ടർ സ്കിൻ ഓഫ് ദ ട്രീ ആൻഡ് കൺസിസ്റ്റ് ഓഫ് വുഡ് ഫൈബേഴ്സ്. ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്ഷൻ ലെയർ ഓഫ് എ ട്രീ. ഒരു ട്രീയുടെ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്ഷൻ ലെയർ ആണ് എന്ത്? ഔട്ടർ ബാർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോർട്ടെക്സ്. ഔട്ടർ ബാർക്കിന്റെ മറ്റൊരു പേരാണ് കോർട്ടെക്സ്. ദെൻ നെക്സ്റ്റ് ഈസ് മെഡുലറി റേസ്. നമ്മൾ ആ ഫിഗറിൽ കണ്ടാൽ അറിയാം, കുറച്ച് റേഡിയൽ ഫൈബേഴ്സ് ഇതിൽ കാണുന്നുണ്ട്. സോ പിത്തിൽ നിന്ന് കേമ്പിയം ലെയേഴ്സിലോട്ട് എന്താണ് റേഡിയൽ ഫൈബേഴ്സ് ഇതിലൂടെ പോകുന്നുണ്ട്. സോ ഈ റേഡിയൽ ഫൈബേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? മെഡുലറി റേസ് എന്ന് പറയുന്നത്. സോ റേഡിയൽ ഫൈബേഴ്സ് എക്സ്റ്റെൻഡിങ് ഫ്രം ദ പിത്ത് ടു ദ കാമ്പിയം ലെയർ. പിത്തിൽ നിന്ന് കേമ്പിയം ലെയറിലോട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന റേഡിയലായിട്ടുള്ള റേസ് ആണ് മെഡുലറി റേസ് എന്ന് പറയുന്നത്. They are the thin radial fibers extending from pith to cambium layer. They hold the annular rings of the heartwood and sapwood. ഹേർട്ട്വുഡിൻ്റെയും സാപ്പ്വുഡിൻ്റെയും ആനുലാർ റിങ്സിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ആരാണ്? മെഡുലറി റേസ് ആണ്. ഇൻ സം ട്രീസ് ദേ ആർ ബ്രോക്കൺ ആൻഡ് ഇൻ സം മദർ ദേ മേ നോട്ട് ബി പ്രോമിനൻറ്റ്. സോ ചില ട്രീസിൽ എന്താണ് അത് ബ്രോക്കൺ ആയിരിക്കും, അതുപോലെ തന്നെ ചിലതിലത് പ്രോമിനൻ്റ് ആയിട്ട് കാണണമെന്നുമില്ല. സോ മെഡുലറി റേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിത്ത് മുതൽ കാമ്പിയം ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന തിൻ റേഡിയൽ ഫൈബേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? മെഡുലറി റേസ് എന്ന് പറയുന്നത്. സോ ഇത്രയും നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു ട്രീയുടെ മാക്രോ സ്ട്രക്ചറാണ്. ഇനി നമുക്ക് മൈക്രോ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ദ സ്ട്രക്ചർ ഓഫ് വുഡ് വിസിബിൾ ഒൺലി അറ്റ് എ ഗ്രേറ്റർ മാഗ്നിഫിക്കേഷൻ ഈസ് കോൾഡ് ദ മൈക്രോ സ്ട്രക്ചർ. നമുക്കൊരു മാഗ്നിഫൈ ചെയ്താൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിനെയാണ് മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ എ ലിവിങ് സെൽ കൺസിസ്റ്റ് ഓഫ് 4 പാർട്സ്. ഒരു ലിവിങ് സെല്ലിൽ 4 പാർട്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? സെൽ മെംബ്രെയിൻ, പ്രോട്ടോപ്ലാസം, സാപ്പ് ആൻഡ് കോർ. ഒരു മെംബ്രെയിൻ ഉണ്ടാവും, ദെൻ പ്രോട്ടോപ്ലാസം, അതുപോലെ തന്നെ സാപ്പ് ആൻഡ് കോർ. ദ സെൽ മെംബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് മെയിൻലി ഓഫ് സെല്ലുലാർ ടിഷ്യൂസ് ആൻഡ് സെല്ലുലോസ്. സെല്ലുലാർ ടിഷ്യൂസും സെല്ലുലോസുമാണ് എന്തിലുള്ളത്? സെൽ മെംബ്രെയിനിൽ ഉള്ളത്. ദ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോട്ടോപ്ലാസം ഈസ് എ ഗ്രാനുലാർ ട്രാൻസ്പെയറൻറ്റ് വിസ്കസ് വെജിറ്റബിൾ പ്രോട്ടീൻ. സോ പ്രോട്ടോപ്ലാസം എന്താണ്? ഒരു ഗ്രാനുലാർ ട്രാൻസ്പെയറൻറ്റ് വിസ്കസ് വെജിറ്റബിൾ പ്രോട്ടീൻ ആണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ. സോ ഇതിൽ എന്തൊക്കെയുണ്ട്?
കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ ഉണ്ട് എന്തിൽ? പ്രോട്ടോപ്ലാസത്തിൽ. The core of the cell differs from the protoplasm by the presence of phosphorus. കോറിന് ഇതുമായിട്ടുള്ള ഡിഫറൻസ് എന്താണ് വരുന്നത്? ഇത്രയും കൂടാതെ എന്ത് കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്? ഫോസ്ഫറസ് കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. The cells according to the function they performs is classified into conductive cell, mechanical cell and storage cell. സെല്ലുകളെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച്. കണ്ടക്റ്റീവ് സെൽ, മെക്കാനിക്കൽ സെൽസ് ആൻഡ് സ്റ്റോറേജ് സെൽസ്. സോ ഫസ്റ്റ് വൺ ഈസ് കണ്ടക്റ്റീവ് സെൽസ്. കണ്ടക്റ്റീവ് സെൽസ് ട്രാൻസ്മിറ്റ്സ് ദ ന്യൂട്രിയൻസ് ഫ്രം ദ റൂട്ട് ടു ദ ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ്. റൂട്ടിൽ നിന്ന്, ട്രീയുടെ റൂട്ടിൽ നിന്ന് ബ്രാഞ്ചസിലോട്ടും ലീവ്സിലോട്ടും ഒക്കെ ന്യൂട്രിയൻസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് എന്ത്? കണ്ടക്റ്റീവ് സെൽസ് എന്ന് പറയുന്നത്. ദെൻ മെക്കാനിക്കൽ സെൽസ് are the elongated and thick walled and have tightly interconnected narrow interior cavities. മെക്കാനിക്കൽ സെൽസ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് തിക്ക് വാൾഡ് ആയിട്ടുള്ള സെൽസ് ആണ്. ആൻഡ് ദേ ഹാവ് ടൈറ്റ്ലി ഇന്റർകണക്റ്റഡ് നാരോ ഇന്റീരിയർ ക്യാവിറ്റീസ്. ദീസ് സെൽസ് ഇമ്പാർട്ട് സ്ട്രെങ്ത് ടു ദ വുഡ്. വുഡിന് സ്ട്രെങ്ത് കൊടുക്കുന്നത് ആരാണ്? മെക്കാനിക്കൽ സെൽസ് ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് സ്റ്റോറേജ് സെൽസ്. The storage cells serve to store and transmit nutrients. ന്യൂട്രിയൻസിനെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനുമാണ് സ്റ്റോറേജ് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ എങ്ങോട്ടാണ് ന്യൂട്രിയൻസിനെ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ടു ദ ലിവിങ് സെൽസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മെഡുലറി റേസിലായിരിക്കും ഇത് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. സോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ന്യൂട്രിയൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സെല്ലുകളാണ് സ്റ്റോറേജ് സെൽസ് എന്ന് പറയുന്നത്. സോ ദേ ആർ യൂഷ്വലി ലൊക്കേറ്റഡ് ഇൻ ദ മെഡുലറി റേസ്. സോ ടിമ്പറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. സോ ട്രീസിൻ്റെ നമ്മൾ ആദ്യം എന്ത് നോക്കി? ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് നോക്കി. സോ ട്രീസിനെ മെയിനായിട്ടും എക്സോജിനസ് ട്രീസ് എന്നും എൻഡോജിനസ് ട്രീസ് എന്നും ആയിരുന്നു രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത്. അതിൽ എക്സോജിനസ് ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്സൈഡായിട്ട് ഗ്രോ ചെയ്യുന്ന, ഔട്ട്സൈഡ് ഡയറക്ഷനിൽ ഗ്രോ ചെയ്യുന്നതാണ് എക്സോജിനസ് ട്രീസ്. അതിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തു, കോണിഫറും അതുപോലെ തന്നെ ഡെസീഡിയസ് ട്രീസും. സോ കോണിഫർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിൽ പോയിന്റഡ് ലീവ്സ് ആയിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ ഒരു കോണിക്കൽ ഷേപ്പിലുള്ളതായിരുന്നു. ദെൻ ഡെസീഡിയസ് ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോഡ് ലീഫായിട്ടുള്ള ഹാർഡ് വുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രീസ് ആയിരുന്നു. നമ്മുടെ ടീക്ക, മഹാഗണി പോലുള്ള ട്രീസൊക്കെ ഡെസീഡിയസിന് എക്സാമ്പിൾ ആയിരുന്നു. ദെൻ എൻഡോജിനസ് ട്രീസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോഞ്ചിറ്റ്യൂഡിനലി ഗ്രോ ചെയ്യുന്ന ട്രീസിനെയാണ് നമ്മൾ എൻഡോജിനസ് ട്രീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ അത്ര ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പർപ്പസിനൊന്നും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല. ബാംബു, ഷുഗർ കെയിൻ ഇതുപോലെയുള്ള ട്രീസൊക്കെ അതിന് എക്സാമ്പിളാണ്. ദെൻ എന്താണ്? ട്രീസിൻ്റെ മൈക്രോ സ്ട്രക്ചറും അതുപോലെ തന്നെ മാക്രോ സ്ട്രക്ചറും. സോ മാക്രോ സ്ട്രക്ചറിൽ വരുന്ന പാർട്സ് ഏതൊക്കെയായിരുന്നു? പിത്ത്, ഇന്നർമോസ്റ്റ് സെൻട്രൽ പോർഷൻ ആയിരുന്നു പിത്ത്. ദെൻ അതിനെ കവർ ചെയ്തുകൊണ്ട് എന്ത് വരും? ആനുലാർ റിങ്സ് ആയിട്ടുള്ള ഹേർട്ട് വുഡ് വരും. ദെൻ ഹേർട്ട് വുഡിന് പുറത്തായിട്ട് എന്തുണ്ട്? സാപ്പ് വുഡ് ഉണ്ട്. ദെൻ സാപ്പ് വുഡിനും അതുപോലെ തന്നെ ഇന്നർ ബാർക്കിൻ്റെയും ഇടയിലായിട്ട് എന്തുണ്ട്? കേമ്പിയം ലെയർ ഉണ്ട്. അതിനുള്ളിലാണ് സാപ്പ് ഉള്ളത്. ദെൻ കേമ്പിയം ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ബാർക്കാണ് ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത്. ദെൻ ട്രീയുടെ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്ഷൻ ലെയറിനെയാണ് ഔട്ടർ ബാർക്ക് എന്ന് പറയുന്നത്. ദെൻ എന്താണ്? മൈക്രോ സ്ട്രക്ചർ. സോ മൈക്രോ സ്ട്രക്ചറിൽ മെയിനായിട്ട് വരുന്ന 3 സെല്ലുകളുടെ ഫങ്ഷൻസ് ഓർത്തിരിക്കുക. ഏതൊക്കെ സെല്ലാണ്? കണ്ടക്റ്റീവ് സെൽസ് ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ സെൽസ് ഉണ്ട്, അതുപോലെ സ്റ്റോറേജ് സെൽസ് ഉണ്ട്. സോ ഇത്രയാണ് ടിമ്പറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാനുള്ള കാര്യങ്ങൾ. സോ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.